എടീ ഉമേ, ഇവളിത് എവിടെ പോയി കിടക്കുക? ആ അവര് വന്നില്ലേടി? ഇല്ല. ഇല്ലേ? ഇതെന്താ എത്ര താമസിക്കുന്നത്? എന്നാ ഞാൻ പോട്ടെ. അവര് വന്നോന്ന് നോക്കാൻ മാത്രം വന്നാണോ? ആ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ലടി. അവിടെ എന്തായി? അവിടെ വല്ലതൊക്കെ നടന്നോന്നറിയാതെ ഇരിക്കപ്പുറത്തി ഇല്ല. അതാ ഇങ്ങോട്ട് ഓടി വന്നിട്ട് പോവാന്ന് വെച്ചത്. പോട്ടെടി, പണിയൊന്നും അവിടെ തീർന്നിട്ടില്ല. അവളുടെ സ്വർണം വാങ്ങിച്ചോണ്ട് വരും അല്ലേടി? ആ എനിക്കറിയാൻ വയ്യ. നിനക്ക് എന്തായാലും എന്ത് ചോദിച്ചാലും ഒരു തറുതല. അയ്യേ, ഇവളെന്തായി കാണിക്കണത്? മോന്ത പിടിച്ച് നിലത്തിട്ട് ഉറക്കി ഞാൻ. കുടുംബത്തോട് സ്നേഹമില്ലാത്ത ഒരു ജന്തു. ആ അംഗത്തിന് കച്ചമുറുക്കി ഉമ്മറത്ത് തന്നെ റെഡിയായിട്ട് കാത്തു നിൽപ്പുണ്ടല്ലോ. കേറി വാ മോളെ. അച്ഛനും അമ്മയൊക്കെ കണ്ടോ മോളെ? ആ കണ്ടു. അവര് രണ്ടുപേരും മാറി മാറി മത്സരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു അല്ലേ ഗൗരി? എന്നിട്ട് കയ്യിലൊന്നും ഇല്ലല്ലോ. അതെന്താ അമ്മ അങ്ങനെ ഒരു ചോദ്യം? ഈ അനുഗ്രഹം പൊതിഞ്ഞോണ്ട് വരാൻ പറ്റുമോ? അമ്മ എന്ത് മണ്ടത്തരായി പറയുന്നേ? നിക്കടാടെ, വെള്ളച്ചിലെടുത്താലുണ്ടല്ലോ. എവിടെ സാധനം എവിടെടാ? അമ്മ എന്തായി ചോദിക്കുന്നേ? ഓ മാറി ഇങ്ങോട്ട്. നീ എന്താടി നിന്റെ സ്വർണ്ണം ഒന്നും കൊണ്ടുവന്നില്ലേ? സ്വർണം കൊണ്ടുവരാനല്ലോ, അച്ഛനമ്മയും കാണാനല്ലേ പോയത്. കണ്ടിട്ട് തിരിച്ചു പോന്നു. നീ നിന്റെ തന്തേനെ തള്ളെടുത്ത് പോയി കിന്നടിച്ച കഥയൊന്നും എനിക്ക് കേക്കണ്ട. എന്റെ മോനെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് ഇവിടെ കിട്ടണം. പറഞ്ഞത് മനസ്സിലായിടി? മനസ്സിലായി. എന്റെ മുരളേട്ടന്റെ കല്യാണം എന്റെ വീട്ടുകാർ തീരുമാനിച്ച് നടത്തിയതൊന്നുമല്ല. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പിടിച്ചിറക്കിക്കൊണ്ട് വന്നതാ. അതുകൊണ്ട് അവിടെ ചെന്ന അവകാശമൊന്നും ചോദിക്കാൻ എനിക്ക് പറ്റില്ല. ആണോ? എന്നാലേ ധർമ്മക്കെട്ട് കെട്ടി ഇവിടെ ആരും ആരെയും പൊറപ്പിക്കില്ല. ഞാനത് സമ്മതിക്കില്ലടി. മോനല്ലേ ഈ നിൽക്കുന്നേ? ധർമ്മക്കെട്ടാണോ അധർമ്മക്കെട്ടാണോ കെട്ടിയതെന്നേ അങ്ങോട്ട് ചോദിക്കും. ചോദിക്കാനൊന്നുമില്ലടി. ഇവനെ വളർത്തിയതേ ഞാനാ. ഞാൻ പറഞ്ഞിട്ടാ അവൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഞാൻ പറഞ്ഞ അവൻ അതുപോലെ തന്നെ നിന്നെ അങ്ങോട്ട് തിരിച്ചോട്ട് വിടുകയും ചെയ്യും. കാണണോ? കാണില്ല. വിളിച്ചോണ്ട് വന്നതേ അമ്മ പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ വേണ്ടെന്ന് തോന്നുമ്പോ തിരിച്ചുകൊണ്ട് വിടാനേ ഞാനിവിടെ അടുക്കളപ്പണിക്ക് വന്നതൊന്നും അല്ല. 4 പേര് കാണുകെ ആചാരപ്രകാരം താലി കെട്ടിക്കൊണ്ടു വന്നതാ അമ്മയുടെ ഈ മോൻ. മുരളേട്ടൻ എവിടെയാണോ ജീവിക്കുന്നത് ഗൗരിയും അവിടെ തന്നെ കാണും. നിക്കടെ എങ്കിൽ എനിക്കതൊന്നും കാണണം. നമ്മൾ രണ്ടുപേരും ഒരാളെ ഈ കുടുംബത്തിൽ താമസിക്കൂ. ആ എന്നാ പിന്നെ അമ്മ ചന്ദ്രത്തേക്ക് താമസം മാറ്റിക്കും. വന്ന് കേറിയില്ല. നിനക്ക് എന്നെ ചവിട്ടി പുറത്താക്കണം അല്ലേ? എന്നിട്ട് നിനക്ക് തോന്നിയ പോലെ ഇവിടെ വാഴണം അല്ലേ? ആ മോഹം നീ നിന്റെ മനസ്സിൽ വെച്ചാ മതി. ഇതേ ഭാർഗവിയുടെ വീടാ. എന്റെ മരണം വരെ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ഞാൻ തിരിച്ചു വരുമ്പോ ഇവളെ ഇവിടെ കണ്ടുപോകരുത്. ഭാർഗവി ധിക്കരിച്ചോണ്ടേ ഇവിടെ ആരും പൊറുക്കാന്ന് കരുതണ്ട. ഭാർഗവിയോട് നീ കുറെ ജയിക്കും. എനിക്കതൊന്ന് കാണണല്ലോ. മിണ്ടരുത് നീ. പറഞ്ഞതുപോലെ ചെയ്ത നിനക്കിവിടെ പൊറുക്കാം. ഇല്ലെങ്കിലേ നിന്നെ ഞാൻ ആദ്യം ചവിട്ടി പുറത്താക്കും.
ഇതിനും വലുത് വന്നിട്ട് മാർഗിയോ കുളിക്കിട്ടില്ല. പിന്നെ ഈ ഇവള് എടുത്ത് ചാടി അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞാണേ. അമ്മ രാത്രി കണ്ട സ്വപ്നം, നിന്റെ മെലിഞ്ഞുണങ്ങിയ അച്ഛൻ. ഞാൻ രാവിലെ നിന്നോട് പറഞ്ഞല്ലേ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച് പോണ്ടാന്ന്. ഇപ്പൊ സമാധാനായില്ലേ? ഞാനിപ്പോ എന്താ വേണ്ടത്? വാ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ഹലോ, ഇതാരാ? നിന്റെ നായര്. ഞാനങ്ങോട്ട് എത്താറായെന്നേ. നീ ഇറങ്ങിയോ? ഇല്ലടാ, റെഡിയാവുന്നേ ഉള്ളൂ. ശരി, ഞാനേ ചന്ദ്രത്തേക്ക് വരാം. അയ്യോ, വേണ്ട വേണ്ട, നീ പുറത്ത് കാത്തു നിന്നാ മതി. നിന്റെ മേക്കപ്പിന് സമയം എടുക്കില്ലേ? അപ്പോഴേക്കും നിന്റെ പ്രഭയാനോട് സംസാരിച്ചിരിക്കാന്നേ. അയ്യടാ, നടന്നു തന്നെ. ഇന്നേതായാലും പരിചയപ്പെടാൻ നിൽക്കണ്ട. നമുക്കേ നാളെ വെളുപ്പിന് ഒരു 4 മണിക്ക് പ്രഭാന്റെ കാണാം, പോരെ? ആ, അങ്ങനെയെങ്കി അങ്ങനെ. നീ പെട്ടെന്നിറങ്ങ്. ആഹാ, അങ്ങനെ തോന്നുമ്പോ ചാടി ഇറങ്ങി വരാനേ. ഇത് എന്റെ വീടല്ല മാഷേ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ചോദ്യം പറച്ചിലൊക്കെ ഉണ്ടാവും. ആന്റി ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഫുൾ മാർക്സ് കിട്ടിയാലേ ഗ്രീൻ സിഗ്നൽ കിട്ടൂ. ഞാൻ നിന്റെ വീടിനടുത്തെത്തി. ഓക്കെ ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്തോ, ഞാൻ ഇറങ്ങുവാ. ഈശ്വര, ആന്റിയുടെ കണ്ണിപ്പെടാതിരുന്നാ മതിയായിരുന്നു. ഈശ്വര, ആന്റി പെട്ടു, പണിയായി. ആന്റി, മോളെങ്ങോട്ടാ? അത് ആന്റി, എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ഏത് ഫ്രണ്ട്? ഷെറിൻ. ആന്റി അറിയില്ല. എവിടെയാ ഫംഗ്ഷൻ? അതവളുടെ ഫ്ലാറ്റിൽ വെച്ചാ. ലേറ്റ് ആവരുത്. എങ്ങനെയാ പോകുന്നേ? ഞാൻ കാർ എടുക്കുന്നില്ല, അവളൊന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. ബലരാമനോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വിളിച്ചിരുന്നു, റേഞ്ച് ഇല്ല. തിരിച്ചു വന്നിട്ട് വിളിച്ചു നോക്കാം. ബൈ. എവിടെയാടാ? എത്തിയോ? അതാ വരുന്നു. ആന്റി ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, അമ്മ എനിക്ക് അറിയില്ലേ. ഇവളുടെ മുന്നിൽ അമ്മ നല്ലൊരു അഭിനയം കാഴ്ചവെച്ചു. ഇവൾ അതിന് കമിഴ്ന്നടിച്ചങ്ങ് വീണു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പറയുന്നത് കേട്ടപ്പോ ഞാൻ അതങ്ങ് വിശ്വസിച്ചു പോയി. അത്രയ്ക്ക് നാച്ചുറൽ ആയിരുന്നു പ്രസന്റേഷൻ. അതൊക്കെ ശരിയാ. സിനിമയിലായിരുന്നെങ്കിലേ ഈ കാലം കൊണ്ട് അമ്മങ്ങ് ഹോളിവുഡിൽ എത്തേണ്ടത്. അത്രയ്ക്ക് കൃത്യമായിട്ടങ്ങ് അഭിനയിച്ച് വലിപ്പിച്ചളയും. ഇത് കൊള്ളാവുന്നൊരു പണിയാണെന്ന് ഇവളോട് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. അങ്ങോട്ട് ചെന്നാ എന്താ ഉണ്ടാവുമെന്ന് ഗൗരിക്ക് അറിയാലോ. പിന്നെ എന്തിനാ പോയത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇന്നിപ്പോ പോയില്ലെങ്കിൽ പോയില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അവര് സ്വർണവും കാശും ഒന്നും കൊടുക്കാത്തതിന്റെ സമാധാനം കൂടി പറയണം.
ചന്ദ്രത്തെ പണിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കാണരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അന്ത്യശാസനത്തിനുള്ള സമയം കഴിഞ്ഞു. ആന്റി ഇപ്പൊ ഇങ്ങെത്തും. വരട്ടെ. ഞാൻ ആരെയും പേടിച്ച് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. നീ പോകും. നീ എന്താടി പറഞ്ഞേ? പോകില്ലെന്നോ? പോയില്ലെങ്കിലേ നിന്നെ ഞാൻ പുകച്ചാൻ പുറത്തടിക്കും. പുകയ്ക്കുമ്പോ ചാടി ഓടാനല്ല ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. വലിഞ്ഞു കയറി വന്നവരോട് പറയുന്ന പോലെ അമ്മ എന്നോട് സംസാരിക്കരുത്. എന്നെ അമ്മയുടെ മോൻ താലി കെട്ടിക്കൊണ്ട് വന്നതാ. അമ്മ എടുത്തു തന്ന നിലവിളക്കും പിടിച്ചോണ്ട് വലതുകാല് വെച്ച് അകത്തേക്ക് വന്ന പെണ്ണാ ഞാൻ. തോന്നുമ്പോ കയറി വരാൻ പറഞ്ഞ വരാനും പോകാൻ പറഞ്ഞ പോകാനും ഗൗരിയെ നോക്കണ്ട. ഓ, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളാണെന്നേ ഞാൻ അറിഞ്ഞില്ലടി. ധർമ്മക്കെട്ട് നടത്തി കൊണ്ടുവന്നവളെ പൊറപ്പിക്കാനേ ഈ വീട്ടിൽ സ്ഥലമില്ല. നീ നിന്റെ തന്തെ വിളിക്കടി. അയാളും കൂടി വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അമ്മേ, എന്തൊക്കെയാ പറയുന്നേ? ഇവള് വിളിച്ചായിരുന്നു അവര് വരില്ല. ആ, അതാ പറഞ്ഞേ, ഇവക്ക് ആരും ഇല്ലെന്ന്. ആന്റി, കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുമ്പോ ഇവൻ പോയി പിടിച്ചിറക്കിക്കൊണ്ട് വന്നതല്ലേ? പൊക്കോളം പറയുന്നത് ശരിയാണോ? നന്ദമോൻ ഇതിൽ ഇടപെടണ്ട. മോനെ പോലുള്ളവർക്ക് ഇടപെടാനുള്ള പ്രശ്നമല്ലേ ഇത്. ഇവരുടെ കല്യാണം ഇല്ലേ, അത് മുഴുവൻ ചതിയായിരുന്നു മോനെ. ചതിയോ? എന്ത് ചതി? ഓ, ഇവൻ ഈ പണത്തടി മാത്രമേ ഉള്ളൂ മോനെ, തലയ്ക്കകത്ത് ഒന്നുമില്ല. ആര് ചതിച്ചു ആന്റി പറയുന്നേ? ഇവളുടെ ബന്ധത്തിലുള്ള ആ ഇട്ടിക്കണ്ണപ്പിനെ കൊണ്ട് കെട്ടിക്കാൻ പോണെന്നും പറഞ്ഞ് ഇവളുടെ അച്ഛനും അമ്മയും വലിയൊരു നാടകം കളിച്ചതാ. അമ്മേ, വെറുതെ അനാവശ്യം പറയല്ലേ. മുഴുവൻ കേക്കടി, എന്നിട്ട് പറ അനാവശ്യമാണോ ആവശ്യമാണോന്ന്. കല്യാണം ഉറപ്പിച്ചേന്നും പറഞ്ഞ് ആട് മുഴുവൻ നടന്ന് ലേലം വിളിയായിരുന്നു ഇവളുടെ അച്ഛൻ. ഇവിടെ വന്നൊരു കളി കളിച്ചു. ആ ദേ, സംശയം നീ ചോദിച്ചു നോക്ക്, ഇവള് സത്യം പറയും. എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കൊടുക്കടി. ഗൗരിയേച്ചിയുടെ അച്ഛൻ വന്ന് മുരളിയേട്ടനെ അമ്മയും കുറെ ചീത്ത വിളിച്ചു. ആ, കേട്ടല്ലോ. കല്യാണം നടത്തിയ ചത്തുകളെന്നും പറഞ്ഞ് ഇവളെ എന്റെ മോനെ ഫോണിൽ വിളിച്ച് നാഴിക്ക് 40 വട്ടം കരച്ചിലും വെള്ളമായിരുന്നു. എല്ലാം കേട്ടിട്ട് ഇവൻ പോയി ഇവളെ അങ്ങ് തട്ടിക്കൊണ്ട് വന്നു. നന്ദമോനെ, അവിടെ വരെ ശരിയല്ലേ? അല്ലേ? ആ ശരി, വിളിച്ചോണ്ട് വന്നു. ആ, അവരുദ്ദേശിച്ച കണി അതായിരുന്നു. വീട്ടിൽ നിന്ന് പടിയിറക്കി ബലമായി പിടിച്ചുകൊണ്ടുവന്ന പെണ്ണിനെ പൊന്നും പണമൊന്നും കൊടുക്കണ്ടല്ലോ. എങ്ങനെയുണ്ട് അടവ്? ഈ അടവേ എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ നീ? അങ്ങനെ ഭാർഗവിനെ പറ്റിച്ചിട്ടേ മിടിക്കാവൊന്നും വേണ്ട. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന് നീ. അമ്മ എന്ത് ദുഷ്ടത്തിലായി പറയുന്നത്? ദേവികയെടുത്ത് ഇറക്കി വിട്ടതുപോലെ ഗൗരിയേച്ചി ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല. രാവിലെ ഗൗരിയേച്ചിയുടെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തി അവരുടെ കൂടെ പറഞ്ഞു വിട്ടാ മതി. അതാവും നല്ലത്. ഞാൻ പോവൂല. എല്ലാവർക്കും പറയാം. എനിക്ക് മാത്രം എന്താ ഇവിടെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലേ? നീ നിലത്തുനിന്ന് പൊങ്ങട്ടെ, എന്നിട്ട് മതി അഭിപ്രായം പറയുന്നത്. കേട്ടോ? അമ്മ ഗൗരിച്ചിയുടെ അച്ഛനെ വിളിക്കും. ഞാൻ ആരെ വിളിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോകുന്നില്ല. എന്താ നിന്റെ തീരുമാനം? ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അമ്മയ്ക്ക് ഉറങ്ങാനാണെങ്കിലേ അമ്മ ഇന്ന് ഉറങ്ങില്ല. ദേ, ഇങ്ങനെ ഒച്ചയെടുത്ത് എന്നെ പേടിപ്പിക്കാനൊന്നും കരുതണ്ട. ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയേ കയ്യേറ്റം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോ നാവ് വിഴുങ്ങിയ പോലെ നിന്ന് എല്ലാം സഹിക്കാൻ ഞാൻ ദേവികയൊന്നുമല്ല. എന്റെ കല്യാണം നടക്കുമ്പോ മാന്യമായിട്ട് കൊടുക്കാനുള്ളതൊക്കെ എന്റെ അച്ഛനും ചേട്ടനും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരെന്നെ വളർത്തിയതേ ആരെങ്കിലും ധർമ്മക്കെട്ട് കെട്ടിക്കൊണ്ട് പോകുമെന്ന് വിചാരിച്ചൊന്നും അല്ല.
അതിനുവേണ്ടി അമ്മ പറഞ്ഞതുപോലെ വൃത്തികെട്ട നാടകം കളിക്കേണ്ട ആവശ്യം അവർക്കില്ല. ഗൗരി നിർത്താൻ. വഴിയെ പോകുമ്പോ പിടിച്ചു നിർത്തി പഞ്ചാരവാക്ക് പറഞ്ഞതും എന്റെ അച്ഛനെ സ്വപ്നത്തിൽ കണ്ട് പൊട്ടിക്കരഞ്ഞതും ആരാണെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ വീട്ടിൽ ആരും കാര്യം കാണാൻ വേണ്ടി ഇങ്ങനെ നട്ടാ കുരുക്കാത്ത കള്ളമൊന്നും പറയാറില്ല. നിർത്തി. എന്റെ മുമ്പിൽ നിന്ന് നീ എന്റെ അമ്മയെ ചീത്ത വിളിക്കുന്നു. ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടൊന്നുമില്ല, കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിന്നോട് മിണ്ടരുതെന്നാ പറഞ്ഞത്. ഞാനൊന്നും പറയാൻ വേണ്ടി വിചാരിച്ചതല്ല, എന്നെ കൊണ്ട് പറയിച്ചതല്ലേ. ഇനി നീ ഒരു അക്ഷരം പറഞ്ഞോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. മുരളി, നോക്കി നിൽക്കാതെ അവളുടെ മോന്തക്കിട്ട് രണ്ടെണ്ണം കൊടുക്കടാ. അവളെ നാക്കണ്ടോ? ആരും എന്ത് പറയാന്ന് അവളുടെ വിചാരം. അമ്മ ഈ പറയുന്നതൊക്കെ ഈ നൂറ്റാണ്ടിൽ നടക്കില്ല. മുരളീട്ടൻ ഇറക്കി വിട്ടാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല. അവളുടെ പോക്കണ്ടോ? അമ്മേ. വിടറ എന്നെ. അമ്മേ, ഏട്ടനൊന്ന് വിട്ടേ. ഗൗരിച്ചി അങ്ങനെ വിട്ട് ശരിയാവില്ല. പോവല്ലേ? പറഞ്ഞോ പോലെ. മാറടാ അങ്ങോട്ട്. വിട്. അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്ക്. എന്താ നിനക്ക് പറയാനുള്ളത്? പറയടാ. അമ്മ ഇങ്ങോട്ട് വന്നേ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അമ്മ വിചാരിച്ച പോലെയൊന്നും അല്ല. ഗൗരി അങ്ങോട്ട് കയറി ചെന്നുടനെ കിട്ടാനുള്ള സ്വർണത്തിന്റെ കാര്യമോ ചോദിച്ചത്. കള്ളം പറയരുത്. ഞാൻ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നത്? എന്നിട്ട് അവര് തരത്തില്ലെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഗൗരി അവരുമായിട്ട് ഗംഭീര വഴക്ക് നടന്നു. അന്തസ്സുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ചെന്ന് കയറിയിരിക്കുന്നത്, അതിന് ചേർന്ന രീതിയിലുള്ള അവകാശം തരണമെന്ന് പോലും പറഞ്ഞു കളഞ്ഞു. തന്നമ്മേ. പിന്നെ ഞാൻ ഒരു കണക്കിനാ എല്ലാരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചത്. അച്ഛന്റെ ദേഷ്യമൊക്കെ ഒന്ന് തണുത്തിട്ട് എല്ലാം ഒരു കുറവില്ലാതെ മേടിച്ചു തരാമെന്ന് അവളുടെ അമ്മ ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ഗൗരിയുടെ കല്യാണത്തിനായിട്ട് അവര് നല്ലൊരു തുക ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അതും എടുത്തു വരും. നേരോ? ആ, അപ്പൊ അത് പറഞ്ഞപ്പോ ഒരു സംഭവം ഉണ്ടായി. എന്താ? കാശ് എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്ന് പറഞ്ഞപ്പോ കേൾക്കുമ്പോ അമ്മയ്ക്ക് വിഷമാവും. ഇല്ല. ഉറപ്പായിട്ടും ആവും. കാര്യം പറയടാ. ഗൗരി പറഞ്ഞേ മുരളിയേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇടണ്ട, അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടാ മതിയെന്ന്. അവൾ അങ്ങനെ പറഞ്ഞോ? അപ്പൊ ഞാൻ പിന്നെ വെറുതെ പറയൂ? വിചാരിച്ച പോലെ അല്ലല്ലോ, കുറച്ച് വകതിരിവൊക്കെ ഉണ്ടല്ലോ. പിന്നെ അമ്മ അവൾക്ക് വലിയ ഇഷ്ടം. ഇതൊക്കെ കിട്ടൂല്ലോ അല്ലേ? കിട്ടാതെ പിന്നെ അവിടെ പോവാൻ. നീ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ ക്ഷമിക്കുന്നു. അല്ലാതെ നിന്റെ ഭാര്യയുടെ വർത്താനം കേട്ടൊന്നും അല്ല. സിദ്ധാർത്ഥൻ സാറിന്റെ മോള് വന്നിട്ട് പോലും മാർഗവി കുലുങ്ങിയിട്ടില്ല. പിന്നെ രജനേച്ചി ആന്റിയോട് ഉറക്കാൻ ചെന്നോ? എന്താ പ്രശ്നം? പറയടാ, രജനേച്ചിയായിട്ട് എന്താ പ്രശ്നം? എടാ, സിദ്ധാർത്ഥങ്ങളുടെ ആ മോളൊന്നും അല്ല, അത് ഒഫീഷ്യൽ മോളല്ലേ. ഇത് മറ്റേത് അവിഹിതം. ദേവിക. ഓ, അത്. അമ്മ ഒരു പ്രകാരത്തിൽ ഒതുക്കി, ഇനി പെണ്ണുപിള്ളയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? അതൊന്നും ഒതുക്കണം, ടൈം എടുക്കൂടാ. വേറെ നിവൃത്തിയില്ലാതെ ചെയ്യേണ്ടി വന്നല്ലേ. ഇന്നത്തെ രാത്രി കാളരാത്രിയാ. അത് തുടങ്ങിയപ്പോഴേ ഞാൻ കണക്കൂട്ടിയതാ. സാരമില്ല, അല്ലെങ്കിലേ ഈ അംഗം ഇന്നൊന്നും അവസാനിക്കത്തില്ല. നന്ദു എടുത്തുകൊടുത്ത വീട് അടുത്തായതുകൊണ്ട് എനിക്കൊരാശ്വാസമായി. അമ്മയും ശാരിയും ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടിട്ട് വരാലോ. അവര് രണ്ടുപേരും ഇപ്പൊ നല്ല ഹാപ്പിയാ. എന്റെ അമ്മ ഒന്ന് ചിരിച്ചു കണ്ടത് കഴിഞ്ഞ ദിവസം. അമ്മയ്ക്കെന്നും കരയാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ ആരെയും പേടിക്കണ്ടല്ലോ, സമാധാനമുണ്ട്. രണ്ടാക്കും അച്ഛനെ വന്ന് കാണണമെന്നുണ്ട്, വരട്ടേന്ന് ചോദിച്ചു. ആ, അച്ഛൻ വരാനേ പറയൂ. പക്ഷെ നന്ദുന്റെ അമ്മയ്ക്ക് ഇഷ്ടാവില്ല. എന്തെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞാ അവർക്കത് വിഷമാവും. അതുകൊണ്ട് തൽക്കാലം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ആ,
നാളെ നമുക്ക് പോണ്ടേ? തിരിച്ചു വരുന്നത് കാറിലേക്ക് നടന്നു കയറിയിട്ടാവും. അച്ഛൻ എഴുന്നേറ്റ് നടക്കുകയും സംസാരിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്താ പിന്നെ കുറച്ചു ദിവസത്തേക്ക് എന്നെ കാണില്ല കേട്ടോ. പേടിക്കണ്ട, നാട് വിട്ടു പോകുന്നല്ല. വഴിപാടുകൾ കുറേയുണ്ട്, അതൊക്കെ കഴിച്ചു വരാൻ ഇത്തിരി സമയമെടുക്കും. ഒരു കാര്യം ചോദിക്കട്ടെ? സംസാരിച്ചു തുടങ്ങുമ്പോ അച്ഛൻ ആദ്യം ആരെയാ വിളിക്കുക? ആന്റി ആവും അല്ലേ? നന്ദു അല്ലെങ്കിൽ രജനി ചേച്ചി? ആരെയാ? എന്നെ ആവില്ലെന്ന് എനിക്കറിയാം, എന്നാലും അറിയാനൊരാഗ്രഹം. ആരെയാ ഏറ്റവും ഇഷ്ടം? അയ്യോ വിഷമിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്റെ ഒരു ഭ്രാന്ത് കേട്ട് അച്ഛൻ വെറുതെ. പോട്ടെ, സാരല്ല, ഇനി അത് ഓർക്കണ്ട. ഞാൻ ചോദിച്ചില്ല എന്ന് വിചാരിച്ചാ മതി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു? നീ അത്രയ്ക്ക് ഓവറായോ? ഓർമ്മയൊന്നുമില്ലേ? ആ, പ്രഭ ആന്റി, ചന്ദ്രോത്ത് തറവാട്ടിലെ പ്രഭ ആന്റി എന്നെ വലിയ ഇഷ്ടാടാ. സ്വന്തം മോളെ പോലെയാ. എന്റെ അച്ഛനില്ലേ ബാലു, ബലരാമൻ. ബാലുവിന്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? Can you guess? നിന്റെ അച്ഛനൊരു കോടീശ്വരനല്ലേ? ഒന്നും രണ്ടൊന്നും അല്ല, ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഏക്കർ കണക്കിന് തോട്ടങ്ങളുണ്ട്. ഏക്കർ കണക്കിന്.